മലപ്പുറം കൂരിയാട് ദേശീയപാത സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നുണ്ടായ അപകടത്തിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പൊതുജനം കഴുതയില്ല സർ എന്ന ഈ പരിപാടിയിൽ കടക്കാൻ പോകുന്നത്. കല്ലും മണ്ണും താഴേക്ക് പതിച്ചു. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങളുടെ മുകളിലേക്കാണ് ഈ കല്ലും മണ്ണുമൊക്കെ വന്ന് വീണിരിക്കുന്നത്. തലനാരിഴയ്ക്കാണ് യാത്രക്കാർ ഇന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ രൂപപ്പെട്ടിരിക്കുന്ന കുഴിയിൽ നിർമ്മാണ കമ്പനിയുടെ JCB കുടുങ്ങിക്കിടക്കുകയാണിപ്പോൾ. പ്രതിഷേധത്ത് നാട്ടുകാരുടെ പ്രതിഷേധമുണ്ട്. ഈ സ്ഥലത്ത് കളക്ടർ സ്ഥലത്തെത്തണം എന്നാവശ്യപ്പെട്ട് നാട്ടുകാർ വാഹനങ്ങൾ തടയുകയാണ്. അതാണ് നിലവിൽ അവിടുത്തെ സാഹചര്യം. സമീർ ബിൻ കരീം ഉണ്ട് കൂരിയാട് നിന്ന് വിവരങ്ങൾ നൽകാൻ. സമീർ, നേരത്തെ തന്നെ നമ്മൾ ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തതാണ്. അതായത് ഇതിന്റെ ഈ പാത കടന്നു പോകുന്ന ദേശീയപാത 66 കടന്നു പോകുന്ന അതിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഈ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണിരിക്കുന്നത്. വാഹനങ്ങൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണിരിക്കുന്നു. ഭാഗ്യം കൊണ്ടാണ് ഇന്നലെ കോഴിക്കോട്ടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആളപായം ഉണ്ടാകാതിരുന്നത്. സ്വാഭാവികമായും നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോഴെന്താണ് സ്ഥലത്ത് സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുകയാണ്. നാട്ടുകാർ ഈ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞു പോയിട്ടുണ്ട്. പ്രധാനമായും നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നത് ഈ കളക്ടർ സംഭവ സ്ഥലത്തേക്ക് എത്തണമെന്നുള്ളതായിരുന്നു. പിന്നീട് തഹസിൽദാർ എത്തി. കളക്ടർ നാളെ സന്ദർശിക്കുമെന്ന് നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. മാത്രമല്ല, നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു യോഗം ചേരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉറപ്പിന്മേലാണ് നിലവിൽ നാട്ടുകാർ സമരം അവസാനിപ്പിച്ച് ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വലിയൊരു അപകടം ഈ കൂരിയാട് സംഭവിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ പ്രധാന റോഡിന്റെ കൈവരികളും റോഡും എല്ലാം തന്നെ ഈ സർവീസ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. സർവീസ് റോഡ് സമീപത്തെ പാടശേഖരത്തിലേക്കും ഇടിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഒരു സമയത്ത് 3 വാഹനങ്ങളായിരുന്നു ഈ സർവീസ് റോഡിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. അത് 3 വാഹനങ്ങളും ഈ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വാഹനത്തിലുണ്ടായിരുന്നവർ ഈ അപകടം കണ്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് രക്ഷപ്പെട്ട ഒരാൾ നമ്മളുമായി വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് ഈ 3 വാഹനങ്ങളും ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ നിർമ്മാണത്തിൽ അശാസ്ത്രീയതയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നാട്ടുകാർ പ്രധാനമായും ഈ സമരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പാടശേഖരം നിരത്തിയാണ് റോഡുണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നേരത്തെ ഒരു തോടുണ്ടായിരുന്നു. ആ തോട് പൂർണ്ണമായും മണ്ണിട്ട് മൂടിയാണ് ഇത്തരം ഒരു പ്രവൃത്തിയിലേക്ക് കടന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയതയാണ് ഈ ഒരു അപകടം വിളിച്ചു വരുത്തിയത് എന്നുള്ളതാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത്. നേരത്തെ പലതവണ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതും നാട്ടുകാർ സമരത്തിന്റെ ഭാഗമായി ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കണക്കിലെടുത്താണ് നാളെ യോഗം അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരുടെ പ്രതികരണങ്ങൾ കൂടി കിട്ടിയാൽ നന്നായിരുന്നു സമീർ. അവർക്ക് എത്രത്തോളം അവരുടെ രക്തം തിളയ്ക്കുന്നുണ്ടാകും. കാരണം അവർക്ക് എത്രത്തോളം കാര്യങ്ങൾ പറയാനുണ്ടെന്ന് നോക്കാം. നിർമ്മാണ പ്രവർത്തനത്തിലെ അശാസ്ത്രീയത എന്നത് സ്വാഭാവികമായി നമ്മൾ സംശയിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് പിന്നിൽ അഴിമതി ആരോപണങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. ജനങ്ങൾ സഞ്ചരിക്കേണ്ട വഴികളാണല്ലോ, അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. പൊതുജനം കഴുതയല്ല എന്ന കാര്യം അറിയട്ടെ. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത്? ഗോപികൃഷ്ണ, നാട്ടുകാർ വലിയ തരത്തിലുള്ള സമരവുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഏതാനും ചില ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. വലിയൊരു അപകടം സംഭവിച്ചു. ആളപായം ഉണ്ടായില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷെ എന്താണ് ഇതിന് കാരണം? തീർച്ചയായിട്ടും ഈ റോഡിന്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് ഇന്നിവിടെ എത്തിച്ചിട്ടുള്ളത്. കാരണം മഴക്കാല സമയത്ത് ഈ കൂരിയാട് പുഴ നിറഞ്ഞു കവിഞ്ഞ് കൂടുതൽ വെള്ളം ഈ ഒരു റോഡെല്ലാം മൂടി വെള്ളം നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള കേവലം 2-3 ഓവുചാലുകൾ മാത്രമാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് തന്നെ ഏറ്റവും ഇതിന്റെ ഭീകരത വിളിച്ചോതുന്നത്. കാരണം ഈ പ്രദേശം മൊത്തം വെള്ളത്തിൽ ആണ്ടുപോകുന്ന സമയത്ത് ആ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതിനാൽ വീണ്ടും ഇതിലും വലിയ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു ആളഭയമില്ല, ദൈവകൃപയായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധമുണ്ട്. കാരണം ഇതിനങ്ങോട്ട് പോകുന്ന സമയം ഞാൻ ഈ പ്രദേശത്ത് നാട്ടുകാരനാണ്. അപ്പോൾ ഇതിനങ്ങോട്ട് പോകുന്ന സമയത്ത് വെള്ളം നിറഞ്ഞ പ്രദേശങ്ങളെല്ലാം മുഴുവൻ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വെള്ളത്തിൽ ആണ്ടുപോകുന്ന ഒരു സാഹചര്യമുള്ളത്. തീർച്ചയായിട്ടും ഇതിന് പരിഹാരം വേണമെന്നാണ് നാട്ടുകാരെ ഞങ്ങളുടെ ആവശ്യം. നിർമ്മാണത്തിലുള്ള പ്രശ്നമാണോ അതിന് കാരണമായിട്ട് പറയുന്നത്? തീർച്ചയായിട്ടും നിർമ്മാണത്തിലെ ഭാഗത്ത് തന്നെ ഇവിടെയൊക്കെ നികത്തിയിട്ടാണോ റോഡ്? അതാണ് പ്രശ്നം. അതെ, ഇവിടെ എപ്പോഴും വളം നിൽക്കുന്ന ഏരിയ ആണ്. തോടുകളൊക്കെ നികത്തിയിട്ടാണ് ഇവിടെ പണിതിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഇതിന്റെ എല്ലാ ഷെഡ്യൂളുകളും നോക്കേണ്ടിയിരുന്നു എന്നാണ് പറയാനുള്ളത്. നേരത്തെയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഈ നിർമ്മാണത്തിലെ പ്രശ്നം ആണ്. ശരി സമീർ, ഏതായാലും നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് നാട്ടുകാർ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം തലനാരിഴയ്ക്കാണ് ഇന്ന് വലിയൊരു അപകടത്തിൽ നിന്ന് അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. നൌഷാദ് പുന്നത്തല ഒരു വളരെ പ്രസക്തമായ ഒരു സന്ദേശം ഇതിന് അറിയിച്ചിട്ടുണ്ട്. മലപ്പുറത്തെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെയാണ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. 4 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ പോകുന്ന റോഡുകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം. കോൺക്രീറ്റ് ചെയ്യാതെ സിമെന്റ് പൂശിയാൽ എന്താണ് സുരക്ഷ എന്നതാണ്. അത് എനിക്ക് തോന്നുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ആ ഭൂപ്രകൃതി മനസ്സിലാക്കി ദേശീയപാത നിർമ്മാണത്തിൽ ആവശ്യമായിട്ടുള്ള ഇടപെടൽ വേണ്ടതുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ അപകടം.